വെൽക്കം ബാക്ക് ടു SBJ അക്കാദമി. ഇതിനു മുമ്പ് നമ്മൾ ലെഫ്റ്റ് ഫംഗ്ഷൻ എന്താണെന്ന് പഠിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റൈറ്റ് ഫംഗ്ഷൻ എന്താണ്, എങ്ങനെയാണ് റൈറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുക, റൈറ്റ് ഫംഗ്ഷൻ്റെ ഉപയോഗം എന്താണ്, നമ്മളുടെ ഡേ ടു ഡേ വർക്കിൽ റൈറ്റ് ഫംഗ്ഷൻ്റെയും ലെഫ്റ്റ് ഫംഗ്ഷൻ്റെയൊക്കെ ഉപയോഗം എന്താണ്. അപ്പോൾ ലെഫ്റ്റ് ഫംഗ്ഷൻ എന്താണെന്നും എന്തിനാണെന്നും എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും നമ്മൾക്കതിനുള്ള ഉപകാരം എന്താണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി റൈറ്റ് ഫംഗ്ഷൻ നോക്കാം. ഇവിടെ ഡാറ്റ ടേബിളിൽ ഞാൻ മൊബൈൽ നമ്പർ എഴുതിയിട്ടുണ്ട്, കോമ ഒരു ലാൻഡ് ലൈൻ നമ്പർ എഴുതിയിട്ടുണ്ട്. ലെഫ്റ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ മൊബൈൽ നമ്പർ എക്സ്ട്രാക്ട് ചെയ്തു. എനിക്കിനി വേണ്ടത് മൊബൈൽ നമ്പർ വേണ്ട, എനിക്ക് ലാൻഡ് ലൈൻ നമ്പർ വേണം. അപ്പോൾ ലാൻഡ് ലൈൻ നമ്പർ മാത്രം എങ്ങനെയാണ് എക്സ്ട്രാക്ട് ചെയ്യുക? നമ്മൾ തന്നിരിക്കുന്ന ഈ ഡാറ്റ ടേബിളിൽ ഈ കോളത്തിൽ ഒരു 50,000 ഡാറ്റ ഉണ്ട് സങ്കല്പിച്ചോളുക. 50,000 ഡാറ്റയുണ്ട്. അതിൽ മൊബൈൽ നമ്പർ, 2 മൊബൈൽ നമ്പറുണ്ട്, മൊബൈൽ നമ്പർ പ്ലസ് ലാൻഡ് ലൈൻ നമ്പറുണ്ട്, ഇങ്ങനെയെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്കതിൽ നിന്ന് നമ്മൾക്ക് ആവശ്യമുള്ള ഡാറ്റകൾ എങ്ങനെയാണ് എക്സ്ട്രാക്ട് ചെയ്യുക? ഇപ്പോൾ എനിക്ക് ഈ കേസിൽ എനിക്ക് ലാൻഡ് ലൈൻ നമ്പർ വേണം അല്ലേ. ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് നോക്കിയിട്ട് വീണ്ടും ലാൻഡ് ലൈൻ നമ്പർ ടൈപ്പ് ചെയ്യണം. അപ്പോൾ ലാൻഡ് ലൈൻ നമ്പർ ടൈപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ 50,000 ഡാറ്റ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? ഇമ്പോസിബിൾ, അത് പോസിബിൾ അല്ല. അവിടെ നമുക്ക് റൈറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കാം. ഫംഗ്ഷൻ എത്രയേ ഉള്ളൂ, ഈക്വൽ ടു റൈറ്റ്, യൂസ് ടാബ് യൂസ് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ആകും. എവിടെ നിന്നാണോ ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക, കോമ കൊടുക്കുക. ഇനി നമുക്ക് എത്ര ക്യാരക്ടറാണ് എക്സ്ട്രാക്ട് ചെയ്യേണ്ടത്? ഇവിടെ എത്ര ക്യാരക്ടർ ഉണ്ട്? 0490 123 4567. ഇതാണ് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യേണ്ട ഡാറ്റ. അപ്പോൾ 11 ക്യാരക്ടർ ഉണ്ട്. ഈ 11 ക്യാരക്ടർ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുക. സോ ഡാറ്റ സെലക്ട് ചെയ്യുക, എക്സ്ട്രാക്ട് ചെയ്യേണ്ട ക്യാരക്ടേഴ്സിൻ്റെ ചാറടിക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. ഇപ്പോൾ 0490 123 4567 ലാൻഡ് ലൈൻ നമ്പർ വന്നു. രണ്ടാമത്തെ കേസിൽ ഇമെയിൽ : ഇമെയിൽ ID. നമുക്ക് എന്ത് വേണം? ഇമെയിൽ ID മാത്രം മതി. ഇമെയിൽ എന്ന വേർഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അല്ലേ. ഇമെയിൽ ID മാത്രം മതി, ഇമെയിലിനെ ഒഴിവാക്കണം. അപ്പോൾ നമ്മൾ റൈറ്റ് ഓപ്പൺ ദി ബ്രാക്കറ്റ്, ഡാറ്റ സെലക്ട് ചെയ്യുക, കോമ കൊടുക്കുക. ഇമെയിൽ IDയിൽ എത്ര ക്യാരക്ടർ ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 ക്യാരക്ടേഴ്സ് ഉണ്ട് അല്ലേ. ഈ 24 ക്യാരക്ടേഴ്സിനെ എക്സ്ട്രാക്ട് ചെയ്താൽ നമ്മുടെ ഇമെയിൽ ID 24, ക്ലോസ് ബ്രാക്കറ്റ്, എൻ്റർ. ഇപ്പോൾ ഇമെയിൽ ID അങ്ങനെ വന്നോ? അപ്പോൾ ഇമെയിൽ എന്ന് പറയുന്ന വേർഡ് കട്ടായിട്ട് ഇമെയിൽ ID മാത്രം വന്നു. മൂന്നാമത്തേതിൽ നമുക്ക് എറണാകുളം ഡിസ്ട്രിക്ട് കേരള എന്നുണ്ട്. അതിൽ എറണാകുളം ഡിസ്ട്രിക്ട് നമുക്ക് വേണ്ട, കേരള മാത്രം മതി. സോ റൈറ്റ്, ഡാറ്റ സെലക്ട് ചെയ്യുക, കോമ കൊടുക്കുക, കേരള. എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 ലെറ്റേഴ്സ് ഉണ്ട്, 6 ക്യാരക്ടർ ഉണ്ട്. 6 കൊടുക്കുക, ക്ലോസ് ബ്രാക്കറ്റ്, കേരള. അപ്പം ഇങ്ങനെയാണ് റൈറ്റ് സൈഡിൽ നമുക്ക് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ റൈറ്റ് നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്, ഇപ്പോൾ ലെഫ്റ്റിൽ നിന്നുള്ള ഡാറ്റ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തു, റൈറ്റിൽ നിന്നുള്ള ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്തു. ഇപ്പോൾ ചില ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവും, അപ്പോൾ മിഡിലാണെങ്കിൽ ഇടയിലുള്ള ഡാറ്റ എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യുക? ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്കിപ്പോൾ ഈ മിഡിലുള്ള SABU സാബു എന്ന് പറയുന്ന പേര് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യണം അല്ലേ. അപ്പോൾ അതെങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യും? അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. എങ്ങനെയാണ് ലെഫ്റ്റും റൈറ്റും അല്ലാതെ ഉള്ള ഡാറ്റ ഇടയിൽ നിന്നും നമുക്കൊരു ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ ക്ലാസ്സുകളും വാച്ച് ചെയ്യുക. എക്സലിൻ്റെ കൂടുതൽ ചെറിയ വലിയ ഉപകാരങ്ങളുള്ള ടിപ്സ് എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ബൈ.